ദൈവമേ, പാലുകാരനെ കാശ് കൊടുക്കണം, കേബിളുകാരനെ കാശ് കൊടുക്കണം. ഇത് ഒരു കാര്യത്തിനിട്ട് തികയില്ല. എണ്ണീട്ടും അങ്ങോട്ട് ഇതാവുന്നത്. 1010 രൂപയുള്ളത് എത്ര പ്രാവശ്യം എണ്ണത്? ആ മിന്നു മോള് വിളിച്ചിട്ട് എന്താ മിന്നുമോളെ? അയ്യോ, കൊറച്ച് നേരത്തെ വരണ്ട, ഒരു 10 മിനിറ്റ് മുന്നേ. ഇങ്ങനെ ഇപ്പൊ തന്നെ പാലുകാരനെ കൊടുത്തോളൂ മോളെ. അമ്മോട് പറയട്ടില്ലാന്ന്. അല്ലടി, നമ്മളെ ഈ പാലൊന്നും വരുത്തണില്ലല്ലോ. ഇതൊന്നും ഉണ്ടാടിക്കണ്ട, പാലൊന്നും വരുത്തണില്ല. അവളുടെ വീട്ടില് എന്നും ഞാൻ പോയി ചോദിച്ചാ പറയും, അയ്യോ 10 മിനിറ്റ് വരണ്ടേ പാലുകാരനെ കൊടുത്ത്, അയ്യോ ചേച്ചി 10 മിനിറ്റ് വരണ്ടേ പത്രക്കാരനെ കൊടുത്ത്, അയ്യോ ചേച്ചി 10 മിനിറ്റ് എന്റെ ഗ്യാസാനെ കൊടുത്തു. അവൾക്ക് എന്നൊരു 10 മിനിറ്റാ. പിന്നെ 5 വർഷമായി ഞാൻ ഈ കാര്യം ചോദിക്കണേ, എപ്പോഴും 10 മിനിറ്റാ. ഈ 5 വർഷം കൊണ്ട് കയ്യിൽ ഒരു 100 രൂപ എടുക്കാല്ലേ? 5 വർഷമായി. എപ്പോഴും ചോദിച്ചാലും പറയാം 10 മിനിറ്റ് വരണ്ടേ, 10 മിനിറ്റ് മുന്നേ വരണ്ടേ. ഇതെനിക്ക് 10 മിനിറ്റ് മുന്നേ എനിക്ക് പറഞ്ഞൂടെ? അല്ല, കാശ് മേടിക്കാൻ പോണ? അത് ശരി, നിങ്ങക്ക് ഇങ്ങനെ പറഞ്ഞാ മതി. നിങ്ങളാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ അയ്യോ പെട്രോൾ അടിക്കാൻ പൈസ തന്നു, ഒരു 100 രൂപ തന്നെ, ഞാൻ 100 രൂപ നമ്മുടെ ഭൂമിയിലെന്ന് മേടിച്ചടി, അല്ലെ ഞാൻ 100 രൂപ ചേച്ചിയിലെന്ന് മേടിച്ചടി എന്ന് പറയുമ്പോഴേ ഞാനാ പോയി ചോദിക്കണത്. അപ്പൊ എനിക്കറിയുള്ളോ? അല്ല, എന്നിട്ട് ഇവര് തന്നില്ല എന്നും പറയണ്ട 5 കൊല്ലായിട്ട്. അപ്പൊ നിനക്ക് എവിടെ നീ കാശ്? അത് പിന്നെ നിങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ഞാന് 100 രൂപ 200 രൂപയൊക്കെ എടുത്ത് വെക്കണു. അതിന് പറയണ പേരാണ് അടിച്ചു മാറ്റാൻ. അടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ മോള് പറഞ്ഞു പറഞ്ഞണ്ട. ഞാനാ അടിച്ചു മാറ്റി സൂക്ഷിച്ച് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുള്ള. നിങ്ങളൊക്കെ ഒരു സാധനങ്ങൾ മേടിച്ചിട്ട് മോളെ ഇഷ്ടമായിട്ട് അച്ഛത് വേണം, കിൻഡർ ജോയ് വേണം, അച്ഛത് വേണം എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഉള്ള കാശൊക്കെ എടുത്ത് ഓരോന്ന് മേടിച്ചെടുക്ക. ഞാനിങ്ങനെ അടിച്ചു മാറ്റി സൂക്ഷിച്ച് വെച്ചാൽ അവൾക്കൊന്നും ഉണ്ടാവുള്ളോ? ഇവള് കാരണാണ് നീ അടിച്ചു മാറ്റുന്നത്. അങ്ങനെയും പറയാം. ഓ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച പൊടി. നമുക്കൊരു സാമ്പത്തികം വേണ്ടേ? ഭയങ്കര സാമ്പത്തികം. അച്ഛനും മോളും ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് കാശ് നശിപ്പിക്കുമ്പോ അറിയാലോ. ഇപ്പൊ എന്തിട്ട് ഇവിടുത്തെ പ്രശ്നം? ഞാൻ അടിച്ചു മാറ്റേണ്ട പ്രശ്നം, അത് അവർക്ക് പൈസ കൊടുക്കാത്ത നിങ്ങളുടെ പ്രശ്നം. ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഓരോ ദിവസം എങ്ങനെ നീങ്ങി പോണെന്ന് എനിക്കറിയുള്ളോ. ഒരാളിവിടെ പണിക്ക് പോണത്, എന്നിട്ട് അതും വെച്ചിട്ട് ഞാൻ കിട്ടുന്ന ഇവിടെ വട്ടം തിരിക. അപ്പോഴാണ് അവർക്ക് 100 രൂപ കൊടുക്കാത്തതിന് 200 രൂപ കൊടുക്കാത്തതിന് അവരിങ്ങനെ വരണ. അതിനൊരു കുഴപ്പമില്ല, ഞാൻ അതിൽ തപ്പി നോക്കണ്ട, അതിലുള്ള പൈസയാണ് ഇത്. അതെ, ഇതിനൊരു രൂപ നിങ്ങൾ നോക്കണ്ടേട്ടാ. ഇത് കൊറേ കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസയാ. കുറച്ച് എനിക്കൊരു 100 രൂപ തന്നെ 300 രൂപ എന്നോട് ചോദിക്കരുത്, ഞാൻ തരില്ല. അല്ല, ഇപ്പൊ മൊത്തത്തിലിപ്പോ ഒരു 15 കൊല്ലായിട്ട് അടിച്ചു മാറ്റി ഇപ്പൊ എന്തോരുണ്ട് കയ്യില്. പിന്നെ ഈ വീട്ടിൽ അടിച്ചു മാറ്റിട്ട് എന്തിട്ട് എടുത്ത് വെക്കാനാ? അല്ല, കല്യാണം കഴിക്കാനുള്ള കാശ് കളിയൊക്കെ. അല്ല, കല്യാണിക്കതല്ല ചോദിച്ചതാണ്. അങ്ങനെ അടിച്ചുമാറ്റി കല്യാണത്തിന് ആ കാശൊന്നും ആയിട്ടില്ല. പക്ഷെ കാശ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരത്തെ ഓരോ കൂവിയൊക്കെ ചേർന്നൊക്കെ ഉണ്ടാക്കാൻ. അല്ലാണ്ട് ഇപ്പൊ എന്തിനു ചെയ്യാ? നമ്മുടെ പാവപ്പെട്ടവരൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കാണ്ട്. സ്വർണത്തിന്റെ പോക്ക് കണ്ടോ നിങ്ങള്? ഇവള് വലുതായി വരുമ്പോഴേ സ്ത്രീധനം കൊടുക്കണേലേ. വെള്ളി കൊടുത്ത് കല്യാണം. അച്ഛനും മോള് നോക്കിയിരുന്നപ്പ വരും സ്വർണം മേടിക്കാത്ത ചക്കന്മാര്. ഇപ്പൊ കണ്ണ് ഇങ്ങനെ ഇരിക്കണ പോലെ ചക്കന്മാരും വരായിരിക്കും മോളെ കേട്ട. അവർക്ക് പിന്നെ സ്വർണം വേണ്ട, ഭംഗി മാത്രം മതിയില്ല. എപ്പോഴും അച്ഛനും മോൾക്കൊരു ഇതാ. ഇതിലാണ് ശരിയല്ല.